എല്ലാവർക്കും വേദാന്തു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് അഗെയിൻ സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ PYQ സെഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ PYQ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് കോൺസെപ്റ്റ് ചെയ്തു, സ്ട്രക്ചർ ഓഫ് ആറ്റം ചെയ്തു, ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ചെയ്തു, കെമിക്കൽ ബോണ്ടിങ്ങും കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഉള്ള ചാപ്റ്റർ ഏതാണ്? നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. A gas at 350 Kelvin and 15 bar has a molar volume 20% smaller than ideal. എന്നിട്ട് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അബൌട്ട് കംപ്രസിബിലിറ്റി ഫാക്ടർ. അപ്പോൾ നമുക്കറിയാം കംപ്രസിബിലിറ്റി ഫാക്ടറിന്റെ കേസിൽ നമ്മൾ പറയുമ്പോൾ Z എന്താണ്? V real divided by V ideal ആണെന്ന് നമുക്കറിയാം. ക്ലിയർ? ഓക്കെ, ആൻഡ് നമുക്കിവിടെ തന്നിട്ടുണ്ട് V real is 20% less than V ideal ആണെന്ന്. കറക്റ്റ്? ഓക്കെ, അപ്പൊ V റിയൽ V ഐഡിയലിനെക്കാട്ടും ചെറുതാണെന്ന് പറഞ്ഞാൽ Z ന്റെ വാല്യൂ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. Z ന്റെ വാല്യൂ ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ അട്രാക്ഷൻ കൂടുതലാണ്, ലിക്വിഫാക്ഷൻ ഈസി ആണെന്നൊക്കെയാണ് അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 3 ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നത്. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The correction factor A to the ideal gas equation corresponds to. Okay, നമുക്കറിയാം നമ്മുടെ ideal gas equation നമ്മൾ എങ്ങനെ എഴുതും? P plus n square by V square into V minus NB equal to nRT. ഇതാണ് നമ്മുടെ എന്ത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ പറയുന്നത്. ഇവിടെ A എന്താണ്? നമ്മുടെ അട്രാക്ഷനെ കുറിച്ചാണല്ലേ സംസാരിക്കുന്നത്. അതെവിടെയാണ്? ഇവിടെ ഓക്കെ, ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആണ് എന്ത് പറയുന്നത്? നമ്മുടെ A ഇവിടെ പറയുന്നത്. അത് നമ്മുടെ ആൻസർ എന്തായിരിക്കും? 4 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. മാക്സിമം ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് ഈസ് എക്സ്പെക്ടഡ് ഫ്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് ഈ 4. ഓക്കെ, അത് ഏതാണ് മാക്സിമം ഡീവിയേഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? അമോണിയ. കാരണം ഇവിടെ എന്തുണ്ട്? അമോണിയന്റെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കൂടുതലാണ്. വാണ്ടർവാൾസ് ഫോഴ്സസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ എന്തും പോസിബിൾ ആണ്, നമുക്ക് ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇവിടെ എന്താണ്? പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്ത് നടക്കും? ഇവിടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിന് മോർ ഡീവിയേഷൻ കാണിക്കാൻ പോസിബിലിറ്റി ഉള്ളതും ഇവർ തന്നെയാണ്. ഹൈഡ്രജനിലെ ഹൈഡ്രജൻ ഗ്യാസ് H2 മോളിക്യൂൾ എന്തില്ല? ഹൈഡ്രജൻ ബോണ്ടിങ് ഒന്നും പ്രസന്റ് അല്ല. ആൻഡ് എന്താണ്? ഇവിടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് വീക്ക് ആണ്. അതുപോലെ തന്നെ നൈട്രജന്റെ കേസ് നോക്കുകയാണെങ്കിലും മീഥേന്റെ കേസ് നോക്കുകയാണെങ്കിലും അത് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് ആരായിരിക്കും? അമോണിയ ആയിരിക്കും. സോ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ കാണിക്കുന്നതും അമോണിയ ആയിരിക്കും. അപ്പോൾ അത്രയുള്ള നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലുള്ള പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ വീണ്ടും പറയാണ്, ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പം ആ ടോപ്പിക്ക് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അറിയിക്കണം. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നമ്മൾ നീറ്റിൻ്റെ കുറേ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു.